പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചെങ്ങന്നൂർ പാടനാട് വെസ്റ്റ് നാക്കടിയിൽ പ്രളയ സമാന സാഹചര്യം. 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പ്രദേശത്തെ ഏറ്റവും താഴ്ന്ന മേഖലയായ മുട്ടാണി കോളനിയിലാണ് സ്ഥിതിഗതികൾ അതിരൂക്ഷമായിരിക്കുന്നത്. പമ്പ കരകവിഞ്ഞതോടെ കോളനിയിലെ 20ലേറെ വീടുകളിൽ വെള്ളം കയറി. അടിയന്തര നദീ പുനരുദ്ധാരണ പദ്ധതികൾ കടലാസിൽ ഒതുങ്ങിയതാണ് പാടനാട്ടെ വെസ്റ്റ് നാക്കാട് പ്രദേശത്ത് വീണ്ടും പ്രളയ ഭീതിയുണ്ടാക്കിയത്. 2018ലെ മഹാപ്രളയത്തെ ഓർമ്മിക്കും വിധമാണ് നിലവിൽ ഇവിടെ വെള്ളപ്പൊക്കം രൂക്ഷമായിരിക്കുന്നത്. ആറിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഈ വെള്ളം നിറയുന്ന വെള്ളം തിട്ടയിടിഞ്ഞ് കരയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണ് ഈ റോഡിലെല്ലാം കയറി. ഇപ്പം RKV നാക്കട റോഡിൻ്റെ മുക്കാൽ ഭാഗവും മുങ്ങുകയാണ്. നാക്കട എന്ന് പറയുന്ന ഭാഗം ഒറ്റപ്പെടുകയാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് വെളിയിലോട്ട് പോകണമെങ്കിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല, വള്ളത്തിൽ അല്ലാതെ പോകാൻ പറ്റത്തില്ല. അതിനാണ് ഈ നാക്കടയിലൊരു പാലം ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ളവർക്ക് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരുമലയിലേക്ക്, ഉയർന്ന സ്ഥലമായ പരുമലയിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അതിനാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു പാലം ഇവിടെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 മുതൽ ഞാൻ ഇവിടെ വെള്ളം പൊങ്ങി കയറി വീട് അവിടെ ഇവിടെ എല്ലാം പൊട്ടലുമായിട്ടിരിക്കുക. അന്ന് മുതൽ ഞാൻ ഈ പിച്ചിങ്ങിൻ്റെ കാര്യത്തിന് ഒരേ ആൾക്കാർ ജനപ്രതിനിധികളെയും വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും എല്ലാം ഇതിൻ്റേതായ രേഖ ഇത് കൊടുത്തതാണ്, ഫോട്ടോസ് ഇത് എടുത്തു കൊടുത്തതാണ്. ഈ ആറിൻ്റെ ഇത്രയും തിട്ടയ്ക്ക് കിടക്കുന്ന എന്നെ ഉപേക്ഷിച്ചിട്ട് അകത്ത് വീടുള്ളവർക്ക് ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പിച്ചിങ് കെട്ടിക്കൊടുത്തു. ഏറ്റവും മുൻഗണന ഇതിൽ എനിക്ക് ചെയ്തു തരേണ്ടതാണ്. ഈ വീട് ഒരു പിച്ചിങ് കെട്ടിയാൽ ഇത്രയും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഈ ഭാഗത്തോട്ട് വരുത്തില്ല. ചവിട്ടുനട എല്ലാം താഴ്ന്നു പോവുക. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരണമെന്ന് അപേക്ഷിക്കുക. മീൻപ്രധാനം പമ്പാ നദിയുടെ കൈവരിയോട് ചേർന്നാണ് ഈ പ്രദേശം നിൽക്കുന്നത്. മതിൽ ഭിത്തിയോ ഒരു പുലിമുട്ട് മാത്രം ജസ്റ്റ് ഉണ്ട്. അതും ആ പുലിമുട്ടിൽ നിന്നാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. ഇതിനു മുമ്പുള്ള പുലിമുട്ടുകളൊക്കെ ഇപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അത് പൊളിച്ചു മാറ്റിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ തിട്ടയ്ക്ക് പല ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവുള്ളത്. ആ ഫണ്ടുകളെല്ലാം നമുക്ക് എല്ലാം ഏത് രീതിയിലാണ് വിനിയോഗിക്കപ്പെട്ടതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ചുറ്റുമുള്ള മതിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള വന്നുകൊണ്ടുള്ള ഇതുകൊണ്ട് മെയിൻ ഈ പമ്പാ നദിയുടെ തീരത്തുള്ള വീടുകളെ സംരക്ഷിക്കുക, ആ തിട്ട കിട്ടുക, അതാണ് ഭരണകൂടം ആദ്യം ചെയ്യേണ്ടത്.